അസ്സാം വലൈക്കും. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ്, നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കൈകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈകൾ എന്താണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈകൾ എന്താണെന്ന് ബൈബിളിൽ നിന്നും ഖുർആനിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നുള്ള തെളിവുകൾ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം ഒന്നും കൂടെ അവിടെ അവതരിപ്പിക്കുകയാണ്, ആ അള്ളാഹുവിൻ്റെ കൈകൾ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ കൈകൾ എന്താണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. ആദ്യം ഭഗവത്ഗീതയിൽ നിന്ന് തുടങ്ങാം. അധ്യായം 13, ക്ഷേത്രജ്ഞ വിഭാഗ യോഗ, വാക്യം 14. എല്ലായിടത്തും കൈകാലോട് കൂടിയും നേത്രശിരോമുഖങ്ങളോട് കൂടിയും സർവത്ര കാരണങ്ങളോട് കൂടിയും അത് സർവത്ര വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. അധ്യായം വിഭൂതി യോഗയില് വാക്യം 8 പറയുന്നുണ്ട്, ഞാനാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവമെന്നും സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ് പണ്ഡിതന്മാർ എന്നെ പൂജിക്കുന്നു, ഏകാഗ്രഭാവത്തോടു കൂടി പൂജിക്കുന്നു. ഇനി അധ്യായം 10 വിഭൂതി യോഗ, വാക്യം 42 പറയുന്നത്, അർജുന, അഥവാ വിസ്തൃതമായി അറിഞ്ഞിട്ട് നിനക്ക് എന്ത് കാര്യം? ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഒരംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത്. ഇനി ഖുർആനിൽ നിന്നാണ് പറയാൻ പോകുന്നത്. അധ്യായം 35 സൂറ ഫാത്തിറിൽ 41 വചനം, തീർച്ചയായും അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോവാതെ അവയെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവന് പുറമെ യാതൊരാൾക്കും അവയെ പിടിച്ചു നിർത്താനാവില്ല. അധ്യായം 39 അസുമർ 68, അള്ളാഹുവിനെ കണക്കാക്കേണ്ട നിലയിൽ കണക്കാക്കിയില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവനും അവന്റെ ഒരു കൈപ്പിടിയിലായിരിക്കും, ആകാശം അവന്റെ വലതു കൈയിലും ഒതുക്കപ്പെട്ടതായിരിക്കും. അവൻ പരിശുദ്ധൻ, പങ്കു ചേർക്കുന്നതിലെല്ലാം അവൻ അതീതനാണ്. അപ്പോൾ ഇവിടെ ഭഗവത്ഗീതയിലും ഖുർആനിലും അള്ളാഹുവിൻ്റെ കൈ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ എന്താന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബൈബിളില് എബ്രായർ 1 10-11 പറയുന്നുണ്ട്, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും. അപ്പോൾ 3 ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തി എന്താണ് കൈ എന്നുള്ളത് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അംശം കൊണ്ട് താങ്ങുന്നു, എൻ്റെ കൈ കൊണ്ട് താങ്ങുന്നു, ഇതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ മൂന്ന് ഗ്രന്ഥവും പറയുന്ന സൃഷ്ടാവിന്റെ കൈകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈകൾ എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. അവിടെയൊക്കെ റോൾ എന്താണ്, ഒന്ന് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ബൈബിളിൽ നിന്നും അതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നു. ഉദാഹരണം തെളിവായിട്ട് സങ്കീർത്തനം 8 3, 6, 8, 9 പറയുന്നത്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്കും നീ അവനെ അധിപതിയായി സകലത്തെയും അവന്റെ കാൽ കീഴിലാക്കി. ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. ഇപ്പോൾ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന തന്നെ കപ്പലുകള്, ആകാശത്തിൽ പറയുമ്പോൾ പക്ഷികൾ പെടും, അതേപോലെ ഇപ്പോൾ വിമാനമൊക്കെ അതിൽ പെടും. കാരണം ഞങ്ങളുടെ കർത്താവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പോൾ ആ സൃഷ്ടാവിൻ്റെ നാമങ്ങൾക്ക്, സൃഷ്ടാവിൻ്റെ ഈ കൈകൾക്ക് ഒരു നാമുണ്ട്. അതുപോലെ നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്രയും ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, എത്ര ശ്രേഷ്ഠമാണെന്ന്. അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക, എൻ്റെ നാമം ഭൂമിയിൽ. ആ രീതിയിൽ മറ്റ് ഖുർആനിലും അതേപോലെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം. സൂറ ഇസ്രായേല് അഥവാ 17-70 സൂക്തം പറയുന്നത്, ആദം സന്തതികളെ നാം ആദരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. കരയിലും കടലിലും അവനെ വഹിച്ചു കൊണ്ടുപോവുകയും നല്ല വസ്തുക്കളിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും നാം സൃഷ്ടിച്ച മിക്ക സൃഷ്ടികളെക്കാളും നാം അവരെ ഉത്കൃഷ്ടരാക്കുകയും ചെയ്തു. സൂറ അൽ ഇസ്രാ 17-66 വചനം, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി കടലിലൂടെ കപ്പൽ ഓടിക്കുന്നവനാവുന്നു. അവന്റെ
ഔദാര്യത്തിൽ നിന്നും നിങ്ങൾ തേടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇത് തീർച്ചയായും അവൻ നിങ്ങളോട് ഏറെ കരുണയുള്ളവനാവുന്നു. അപ്പോൾ സൃഷ്ടാവിൻ്റെ ഒരു കരുണ കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നത്. ഇപ്പോൾ കടലിലൂടെ കപ്പൽ പോകുന്നതും ആകാശത്തൂടെ പക്ഷികൾ പോകുന്നതും, ഇപ്പോൾ നമ്മൾ ഖുറാനിൽ വേറെ ഒരുപാട് തെളിവ് കണ്ടിട്ടുണ്ട്. കാരണം പക്ഷികൾ ചിറക് കൂട്ടിപ്പിടിച്ച് പറക്കുന്നതും അതുപോലെ വിമാനവുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഖുറാനിൽ വേറെയും പറയുന്നുണ്ട്. സൂറ ഹൂദ് 11-ാമത്തെ അധ്യായമായ ഹൂദിലെ 41-ാമത്തെ വചനം പറയുന്നത്, അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അതിൽ കയറിക്കൊള്ളുക. അതിൻ്റെ ഓട്ടവും നൃത്തവും അള്ളാഹുവിൻ്റെ പേരിലാകുന്നു. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ കപ്പൽ ഓടിക്കുമ്പോഴും അത് നിർത്തുമ്പോഴൊക്കെ അതിൽ ഒരു റോള് ആര് വഹിക്കുന്നുണ്ട്? സൃഷ്ടാവ് വഹിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിലാകുന്നു. ഇതേപോലെ നാമം ബൈബിളിലും നമ്മൾ കാണാനിടയായി. അപ്പം അള്ളാഹുവിൻ്റെ കൈകൾക്കൊരു നാമം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി സൂറ അൻ-നഹ്ലില് അധ്യായം 16 79 പറയുന്നത്, ആകാശമണ്ഡലത്തിൽ കീഴ്പ്പെടുത്തുന്ന പക്ഷികളെ കണ്ടില്ലേ? അവയെ ഭൂമിയിലേക്ക് വീഴാതെ അവൻ പിടിച്ചു നിർത്തുന്നുണ്ട്. അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. ഇനി അധ്യായം 31 സൂറ ലുക്മാനില് 31-ാമത്തെ സൂക്താണ് പറയുന്നത്, തൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതിനായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമുദ്രത്തിൽ കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? നിശ്ചയമായും നന്ദി കാട്ടുന്ന എല്ലാ ക്ഷമാശീലർക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ബൈബിളും ഖുറാനും പറയുന്നുണ്ട്, കപ്പൽ ഓടിക്കുന്നിടത്തും അത് കടലിൽ നിന്ന് ഇപ്പം കപ്പൽ എന്നല്ല എന്താവട്ടെ, അതേപോലെ ആകാശങ്ങളിൽ പറക്കുന്ന പറവകളിലൊക്കെ സൃഷ്ടാവിൻ്റെ റോളുണ്ട്, പങ്കുണ്ട്. അവയില്ലെങ്കിൽ അവയ്ക്കൊന്നും സഞ്ചരിക്കാൻ കഴിയൂല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സൃഷ്ടാവിൻ്റെ കൈകൾക്കൊരു നാമം ഉണ്ട് എന്നുള്ള തെളിവ് നമ്മൾ ബൈബിളിലും ഖുറാനിലും തന്നു. ഇനി അധ്യായം 28 സൂറ അൽ ഫത്തഹില് 10 പറയുന്നുണ്ട്, തീർച്ചയായും നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നവൻ അള്ളാഹുവിനോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കൈ അവരുടെ കൈകൾക്ക് മീതെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് പ്രതിജ്ഞ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോമിസ് ചെയ്യുമ്പോൾ, കരാറ് കൊടുക്കുമ്പോൾ നമ്മളെ കൈകളിൽ അള്ളാഹു എന്നുള്ള നാമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം സൂറ അൻ-നഹ്ല് 91 പറയുന്നുണ്ട്, കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കരാർ നിങ്ങൾ നിറവേറ്റുക. ജാമ്യക്കാരനായിക്കൊണ്ട് ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം നിങ്ങൾ അത് ലംഘിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കൈകളിൽ അള്ളാഹു സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം ചെയ്യുമ്പോഴും കരാറ് ചെയ്യുമ്പോഴൊക്കെ നമ്മളത് പാലിക്കാൻ പറയുന്നത്. അപ്പം ആ നാമം നമ്മളെ കൈകളിലുണ്ട്. ഇനി മത്തായി 5:33 പറയുന്നുണ്ട്, കള്ളസത്യം ചെയ്തെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കോണമെന്നും പൂർവികരോട് അരുൾ ചെയ്തത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ബൈബിളിലും ഖുറാനിലും പറയുന്നത് നമ്മൾ സത്യം ചെയ്യുമ്പോൾ അത് പാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കരാറ് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കണം. നമ്മൾ ആ ഒരു കൈകൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഒരുപാട് സുന്നത്തുകൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കൈകൾ അള്ളാഹ് എന്നുള്ള നാമം ഉള്ളത് കൊണ്ടാണ് ഇത്രയും നിബന്ധനകൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ അള്ളാഹുവിൻ്റെ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ഈ നാമം വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് എങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ കൈകൾ എന്താണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈകൾ എന്താണ്, ദൈവത്തിൻ്റെ കൈകൾ എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ നിങ്ങൾക്ക് തെളിവ് തന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവനക്കൊരു നാമം ഉണ്ട് എന്നുള്ളത് തെളിവും തന്നു. ആ നാമം നമ്മളെ കൈകളിലുണ്ട്. അഥവാ നമ്മൾ അവനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ, നമ്മൾ അവനെ മീൻസ് അവൻ്റെ കൈകളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ഈ അള്ളാഹ് എന്നുള്ള നാമം വന്നത്. അപ്പൊ ഈ കൈകളിലുള്ള നാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങളുടെയും കൈകളുള്ളത് ഈ നാമം തന്നെയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുക. അസ്സലാമു അലൈക്കും.